Right after 2014, the nil tax slab was raised to 2.5 lakhs of rupees, which was further raised to 5 lakh rupees in 2019 and to 7 lakh rupees in 2023. This is reflective of our government's trust on the middle class taxpayers. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. ഒരു ലക്ഷം വരെ മാസശമ്പളം വാങ്ങുന്നവരെ ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കും എന്ന വമ്പൻ പ്രഖ്യാപനമാണ് നിർമ്മലാ സീതാരാമന്റെ ബജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. രാജ്യത്തെ ദരിദ്രരെയും മധ്യവർഗത്തെയും മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞ വാക്കുകളോട് നീതി പുലർത്തുന്നതാണ് ബജറ്റ് എന്ന് ഭരണപക്ഷം വാദിക്കുന്നു. എന്നാൽ സർവം ബീഹാർ മയം എന്ന പ്രതിപക്ഷ പരിഹാസത്തിന് ബുള്ളറ്റ് കൊണ്ടുള്ള മുറിവുകൾക്കുള്ള ബാൻഡേഡ് എന്ന രാഹുലിന്റെ പ്രതികരണം മൂർച്ചകൂട്ടി. പതിവ് പോലെ കയ്യും കെട്ടി കേട്ടിരിക്കാനേ കേരളത്തിന് ഈ ബജറ്റിലും ഉള്ളൂ. കേന്ദ്ര ബജറ്റിന്റെ അകംപുറം പരിശോധിക്കുകയാണ് ഇന്ന് എൻകൗണ്ടർ പ്രൈം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അദ്ദേഹം നമ്മുടെ പ്രത്യേക അതിഥിയാണ് ഇന്ന് ഈ ചർച്ചയിൽ. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ രാജു പി നായരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. അദ്ദേഹം ചെറിയ ചില വ്യക്തിപരമായ അസൗകര്യങ്ങൾ കാരണം ഒരല്പം ഈ ചർച്ചയിൽ ഒരുപക്ഷെ വൈകിയേക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. BJPയുടെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ശ്രീ TP ജയചന്ദ്രൻ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഇന്ത്യ ടുഡേയുടെ മാനേജിംഗ് എഡിറ്റർ ശ്രീ MG അരുൺ മുംബൈയിൽ നിന്ന് എൻകൗണ്ടർ പ്രൈമിൽ ഭാഗമാകാൻ എത്തും. സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ആദി കേശവനും നമ്മളോടൊപ്പം ഉണ്ടാകും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ഇപ്പോൾ എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. മിനിസ്റ്റർ, താങ്കൾ ഇന്നത്തെ ബജറ്റിനെ ഇപ്പോൾ താങ്കൾക്കറിയാമല്ലോ, ഇന്നത്തെ ചർച്ചയിൽ നമുക്ക് അതിഥികൾ വളരെ കൂടുതലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പാനലിസ്റ്റുകൾ എല്ലാവരും തന്നെ ടു ദ പോയിന്റിലേക്ക് നമുക്ക് ഈ ചർച്ച കൊണ്ടുപോകണമെന്നുള്ളതാണ്. ശ്രീ എം ബി രാജേഷ്, ഒരു ഈ ഇന്നത്തെ ബജറ്റിനെ താങ്കൾ ഒറ്റ നോട്ടത്തിൽ എങ്ങനെയാണ് വിലയിരുത്തുക? ഇപ്പോൾ രാജ്യത്തെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും, പ്രത്യേകിച്ച് മധ്യവർത്തി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആദായ നികുതി പരിധിയിലെ ഇളവ്, അതോടൊപ്പം തന്നെ കൂടുതൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ, സർക്കാരിൻ്റെ ചിലവ് കൂട്ടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ തന്നെ നിലവിലുള്ള രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഒരു ബജറ്റാണ് എന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. പൂർണ്ണമായി സ്വാഗതം ചെയ്യാവുന്ന ഒന്നായി ഈ ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ശ്രീ എം ബി രാജേഷ്, എവിടെയൊക്കെയാണ് വീഴ്ചകളുള്ളത്? ഈ ബജറ്റ് അവതരിപ്പിച്ചത് ഇന്ത്യൻ സമ്പദ്ഘടന അതീവ ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ എന്താണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട്, ജനുവരി 29-നാണ് റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് ഇന്ത്യൻ സമ്പദ്ഘടനയെക്കുറിച്ച് ബജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ വന്നത്. ഇതിലെല്ലാം വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, എക്കോണമി ഒരു സ്ലോ ഡൗണിനെ, മെല്ലെപ്പോക്കിനെ അഭിമുഖീകരിക്കുകയാണ്, ഒരു തളർച്ചയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഒരു വളർച്ച നേരത്തെ ഉണ്ടായിരുന്ന 8%, 9% ഒക്കെ വളർച്ച കൈവരിച്ച സ്ഥിതിയിൽ നിന്ന് 6% അല്പം മാത്രം കൂടുതൽ എന്ന നിലയിലേക്ക് സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്കിൽ ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു തളർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് പ്രധാനമായിട്ടും കാരണം എന്ന് പറയാവുന്നത്, ഒന്ന്, ആഭ്യന്തര ചോദനത്തിലെ, അതായത് ഡൊമസ്റ്റിക് ഡിമാൻഡിൽ ഉണ്ടായിട്ടുള്ള ഇടിവാണ്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇടിഞ്ഞിട്ടുണ്ട് എന്നത് വേറൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇങ്ങനെ ധാരാളം ഘടകങ്ങൾ നമുക്ക്, രൂപയുടെ മൂല്യത്തകർച്ച നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സമ്പദ്ഘടനയെ സംബന്ധിച്ച ഗുരുതരമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാണ്. മറ്റൊന്ന്, ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ്. അപ്പോൾ തൊഴിലില്ലായ്മ, പിന്നെ സാമ്പത്തികമായിട്ടുള്ള മെല്ലെപ്പോക്ക്,
അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവിൽ വിലക്കയറ്റത്തിൻ്റെ പണപ്പെരുപ്പത്തിൻ്റെ നിരക്ക് കുറഞ്ഞെങ്കിലും ഭക്ഷ്യവിലക്കയറ്റ നിരക്ക് വളരെ കൂടുതലായിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അസമത്വം ഭീകരമായ നിലയിൽ വളർന്നിട്ടുള്ള ഒരു കാലയളവാണിത്. അതിതീവ്രമായിട്ടുള്ള അസമത്വത്തിൻ്റെ വ്യാപനം നമുക്ക് കാണാൻ കഴിയും. എക്കണോമിക് സർവേ തന്നെ ഇന്നലെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലാഭത്തിൻ്റെ വിഹിതം വർദ്ധിക്കുകയും കൂലി വേതനം വിഹിതം കുറയുകയും ചെയ്യുന്നു എന്നതാണ്. അത് മുരടിച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വേറൊരു രോഗലക്ഷണമാണ്. ഇന്നലെ തന്നെ എക്കണോമിക് സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഹയർ പ്രോഫിറ്റ് ഷെയർ, സ്റ്റാഗ്നന്റ് വേജ് ഗ്രോത്ത്, സ്ലോയിങ് എക്കോണമി. അപ്പോൾ സമ്പദ്ഘടനയുടെ വളർച്ചാ നിരക്ക് മെല്ലെയാവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലാഭം കൂടുകയും വേതന നിരക്ക് കുറയുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള നടപടികളാണ് ഈ ബജറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരം നടപടികളൊന്നും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കൊട്ടിഘോഷിക്കുന്ന കാര്യം എന്നത് ഇൻകം ടാക്സിൻ്റെ പരിധി ഉയർത്തി എന്നതാണ്. 12 ലക്ഷം വരെ ആക്കിയിട്ട് ഉയർത്തി എന്നതാണ് വളരെ കൊട്ടിഘോഷിക്കുന്ന ഒന്ന്. അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ ബജറ്റ് ഇതിനെയൊന്നും അഭിസംബോധന ചെയ്യാൻ പോകുന്നതല്ല. യഥാർത്ഥത്തിൽ ചെലവ് വർദ്ധിപ്പിക്കുകയല്ല, വെട്ടിച്ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കോൺട്രാക്ഷണറി ആയിട്ടൊരു ബജറ്റാണ്. 0.3% ഇടിവാണ് GDP-യുടെ ഒരു അനുപാതവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനൊരു ഒറ്റ കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകും. മിനിസ്റ്റർ, 2 കാര്യങ്ങൾ മാത്രം. അതായത് ഒന്ന്, ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണല്ലോ. അതായത് അത് സ്വാഭാവികമായിട്ടും അടിസ്ഥാന സൗകര്യ വികസനം, റെയിൽ, റോഡ് വികസനത്തിലേക്കൊക്കെ ആ പണം ചിലവഴിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ആനുപാതികമായി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറെ കൂടി ചലനാത്മകമാവുകയല്ലേ. കൂടുതൽ ആ നിലയിൽ സമ്പദ്ഘടനയിൽ ഒരു ചലനം ഉണ്ടാക്കുക എന്നതല്ലേ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതൊരു നെഗറ്റീവ് ട്രെൻഡായി താങ്കൾക്ക് കാണാൻ കഴിയുമോ? രണ്ടാമത്തെ കാര്യം, ഇത് ഒരു വളരെ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. ഇപ്പോൾ ഒരൊറ്റ സെക്കൻഡ് ഇതൊന്ന് രണ്ടാമത്തെ ലൈൻ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ താങ്കൾ ക്ലിയർ ആവും. താങ്കൾ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. ഇപ്പോൾ ഈ ആദായ നികുതി പരിധി എക്സ്പാൻഡ് ചെയ്തതിന് പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ മധ്യവർഗ വിഭാഗത്തിലേക്ക് കൂടുതൽ പണം എത്തുകയും ആ പണം വിപണിയെ ചലിപ്പിക്കാൻ പാകത്തിലുള്ളത് ഒന്നായി മാറും എന്നുമുള്ളൊരു കണക്കുകൂട്ടൽ കൂടി കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വെച്ച് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ വളർച്ചാ നിരക്കിലെ പോരായ്മ എന്നതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഗ്രോത്ത് റേറ്റിൽ കുറവുണ്ട്. അതേസമയം തന്നെ ലോകത്തെ പല രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേതെന്ന അവകാശവാദത്തെ താങ്കൾ അംഗീകരിക്കുമോ? ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകും. ഒന്നാമത്തെ കാര്യം, ഇവിടെ ആളുകളുടെ കയ്യിൽ പണം എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച നടപടിയാണ് ഇൻകം ടാക്സ് പരിധി ഉയർത്തിയത് എന്ന് പറയുന്നതിൽ വലിയ കഥയില്ല. കാരണം ഇന്ത്യയിൽ എത്ര പേരാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത്? ജനസംഖ്യയിൽ 2% പേര്, 4%. 8% പേര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. പക്ഷേ 2% പേരാണ് ഇൻകം ടാക്സ് നൽകുന്നവർ. അപ്പോൾ അതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു ക്രൈസിസ് അല്ല ഇന്ത്യൻ എക്കോണമി ഇന്ന് നേരിടുന്നത് നമ്മൾ കാണണം. 2% കയ്യിൽ കൂടുതൽ പണം എത്തിച്ചതുകൊണ്ട് 98% അവഗണിച്ചുകൊണ്ട് പരിഹരിക്കാവുന്ന ഒരു ക്രൈസിസ് അല്ല ഇപ്പോൾ ഇന്ത്യൻ എക്കോണമി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഈ ചെലവ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുന്നു എന്ന വാദത്തിൽ കഴമ്പില്ല. ഈ GDP-യുടെ ഒരു പെർസെൻറ്റേജ് എന്ന നിലയിൽ എടുത്തു നോക്കിയാൽ, മൊത്തം ആഭ്യന്തരോൽപാദനത്തിൻ്റെ ശതമാനക്കണക്ക് നോക്കിയാൽ മൊത്തം ബജറ്റ് എക്സ്പെൻഡിച്ചറിൽ 0.3% കുറവാണ് വരുന്നത്. 0.3% കുറവെന്ന് പറഞ്ഞാൽ 97,000 കോടിയുടെ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ ചെലവ് മൊത്തത്തിൽ കുറയുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണണം. അപ്പോൾ ഉണ്ടാക്കിയിട്ടൊരു ചിത്രം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ ചെലവഴിക്കുന്നു, വലിയ തോതിൽ ഇൻകം ടാക്സ് ഇളവ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പരിധി ഉയർത്തിക്കൊണ്ട് ആളുകളുടെ കയ്യിൽ പണം എത്തിക്കുന്നു. യഥാർത്ഥ ചിത്രം അതല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങളിലേക്ക് അല്പസമയത്തിന് ശേഷം വീണ്ടും വരാൻ തോന്നുന്നു. ശരി, ഞാൻ ശ്രീ MG അരുണിലേക്ക് പോട്ടെ. ശ്രീ MG അരുൺ, ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി പറയുന്ന ഒരു കാര്യം അത് മിഡിൽ ക്ലാസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ മധ്യവർത്തി വിഭാഗം, മിഡിൽ ക്ലാസ്, ദ സോ കോൾഡ് മിഡിൽ ക്ലാസ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏത് വിഭാഗത്തെ അല്ലെങ്കിൽ എന്തിൻ്റെ മാനദണ്ഡത്തിലാണ് എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. കാരണം
ഈ ആഗോള തലത്തിൽ തന്നെ മിഡിൽ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന അതേ പാരാമീറ്റേഴ്സ് തന്നെയാണോ ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെയും നിശ്ചയിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം? അതായത് അവരുടെ വേതനമാണോ, അവരുടെ എക്സ്പെൻഡിച്ചറാണോ അതിന് മാനദണ്ഡമാക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും രാഷ്ട്രീയമായി ആ വാക്കിനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ സാമാന്യം വരുന്ന ജനതയെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്ന ഗണത്തിലാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ BJP കേന്ദ്ര നേതൃത്വം നിരന്തരം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് പലയിടങ്ങളിലും വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോഴും വളർച്ചാ നിരക്കിലെ മാന്ദ്യം നേരത്തെ മിനിസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉണ്ട് എന്ന് സമ്മതിക്കുമ്പോഴും ഇതൊരു അപ്വേർഡ് ട്രെൻഡാണ് ഇന്ത്യൻ സമ്പദ്ഘടന കാണിക്കുന്നത് എന്ന ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് താങ്കൾ പൂർണ്ണമായും അംഗീകരിക്കുമോ? പബ്ലിക് എക്സ്പെൻഡിച്ചർ കണക്കുകളിൽ കാണുമെങ്കിലും അത് ചിലവാക്കുന്ന തുക ആഭ്യന്തര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കുറവാണ് എന്ന് മന്ത്രി പറഞ്ഞ കാര്യത്തെ താങ്കൾ അംഗീകരിക്കുമോ? സത്യത്തിൽ ഈ ബജറ്റ് മധ്യവർഗത്തെ അഡ്രസ്സ് ചെയ്തു എന്ന് പറയാനാണ് സർക്കാരിന് താല്പര്യം. എന്നാൽ മധ്യവർഗത്തെ സംബന്ധിച്ച് മധ്യവർഗം എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിച്ചിരുന്നല്ലോ. പ്രൈസ് എന്ന് പറയുന്ന ഒരു ഡൽഹി ബേസ്ഡ് തിങ്ക് ടാങ്കിൻ്റെ മാനദണ്ഡം പൊതുവെ സ്വീകരിക്കപ്പെട്ട ഒരു മാനദണ്ഡമാണ്. അതിന് പ്രകാരം 6 ലക്ഷം രൂപയും 36 ലക്ഷം രൂപയും വാർഷിക വരുമാനം, അതിനിടയിലുള്ള 6 ലക്ഷം മുതൽ 36 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ഹൗസ് ഹോൾഡ്സിനെയാണ് ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് നമ്മൾ പൊതുവെ കണക്ക് കൂട്ടുന്നത്. ഏതാണ്ട് 57 കോടി ജനങ്ങൾ ഇതിനകത്ത് പെടുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇവർ രാജ്യത്തിൻ്റെ മൊത്തം ഉപഭോഗത്തിൻ്റെ ഏതാണ്ട് 50% പിന്നെ ഇവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പിന്നെ അതിൽ തന്നെ ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു മേജർ ചങ്ക് എന്ന് നമുക്ക് പറയാവുന്നത്. ഏതാണ്ട് 60%. ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് 35% വരുമോ ഈ പറയുന്ന താങ്കൾ പറഞ്ഞതുപോലെ പ്രൈസ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം? തീർച്ചയായിട്ടും വളരെ, അതായത് നമ്മുടെ മൊത്തം ഉപഭോഗത്തിൻ്റെ 50% ഉപയോഗിക്കുന്നത് ഈ മിഡിൽ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ക്ലാസ്സിനെ അവഗണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വലിയൊരു പിന്നെ ഒരു പ്രഷർ ഈ സർക്കാരിന് ഫീൽ ചെയ്തിട്ടുണ്ട്. സാധാരണ മറ്റ് വിഭാഗങ്ങളെയൊക്കെ പിന്നെ സർക്കാർ വേണ്ടതുപോലെ പിന്നെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോർപ്പറേറ്റ് ടാക്സ് വെട്ടിക്കുറച്ചിട്ട് ഏതാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോർപ്പറേറ്റ് ടാക്സ് കാര്യമായിട്ട് വെട്ടിക്കുറച്ചിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും താഴേക്കടലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പ്രത്യേകിച്ച് ഒരു അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ നടക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ടതാണ്. അവർക്ക് പിന്നെ പലതരത്തിലുള്ള പദ്ധതികൾ അവർക്ക് വേണ്ടി ആവിഷ്കരിക്കുന്നു. എന്നാൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള ആ മധ്യവർഗത്തിന് അവരുടെ ഉപഭോഗത്തിന് വേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർക്ക് പിന്നെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ്. ഉദാഹരണത്തിന് വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, പിന്നെ ഏതാണ്ട് RBIയുടെ ഇടപെടലോടുകൂടി കുറച്ചൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഭക്ഷ്യ വിലക്കയറ്റം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കൂടുതലാണ്. പിന്നെ കഴിഞ്ഞ ഒക്ടോബറിൽ ഏതാണ്ട് 9.7% ആയിരുന്നു ഭക്ഷ്യ ഇൻഫ്ലേഷൻ. ഇതിനകത്ത് പച്ചക്കറികളുടെ ഇൻഫ്ലേഷൻ 42%. അപ്പോൾ അത് കുറച്ചൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മാറ്റം അതിനകത്ത് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ തൊഴിലില്ലായ്മ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ അതിപ്പോഴും 10% മുകളിലാണ്. ഈ 10% എന്നുള്ളത് സർക്കാരിൻ്റെ എസ്റ്റിമേറ്റാണ്. ഇത് വളരെ കൺസർവേറ്റീവായിട്ടുള്ള എസ്റ്റിമേറ്റാണ്. ഇത് അവരുടെ കൺസംഷനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതൊരു വലിയ വ്യവസായം എടുത്ത് നോക്കിയാലും, ഉദാഹരണത്തിന് കാറിൻ്റെ വിൽപ്പന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയിൽ താഴെയുള്ള കാർ, അതാണ് അഫോർഡബിൾ സെഗ്മെൻ്റ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നത്, അതിൻ്റെ വിൽപ്പന കാര്യമായി ഇടിയാണ് സംഭവിച്ചത്. നേരെ മറിച്ച് SUVs, അതിന് മുകളിലോട്ടുള്ള പ്രീമിയം, ലക്ഷറി ഇങ്ങനെയുള്ള കാറുകളുടെ വിൽപ്പനയിൽ ഗണ്യമായ മാറ്റം വരുന്നുണ്ട്. അതുപോലെ അഫോർഡബിൾ ഹൗസിംഗ്, അതിനകത്ത് വലിയൊരു ഇടിവ് നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് 1 കോടി രൂപയിൽ താഴെയുള്ള പിന്നെ വീടുകളെ സംബന്ധിച്ച് അവരുടെ വിൽപ്പനയിൽ ഇടിവ് സംബന്ധിക്കുന്നു. എന്നാൽ 1 കോടിക്ക് മുകളിലുള്ള സെഗ്മെൻറ്റ് ഉയരുന്നു. ഇത്തരത്തിലൊരു ഷേപ്ഡ് എക്കോണമിയിലേക്ക് കാര്യങ്ങളെ നയിക്കുന്ന രീതിയിൽ സംഭവങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാവണം. ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കാനായിട്ടൊരു ഇടപെടൽ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് അവരിതിനെ സ്വീകരിച്ചിരുന്നത്.
പല സംഘടനകളും ഞാൻ ഇന്റർഫിയർ ചെയ്യണം. അതായത് ഈ ബജറ്റിനെ താങ്കൾ എങ്ങനെയാണ് സ്വീകരിക്കുക? ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഏറ്റവും സുന്ദരമായ ഒരു ബജറ്റ് സ്വതന്ത്ര ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ടത് 1991 ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. കാരണം അത്ര വലിയ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന സമയത്ത് നവ ഉദാരവൽക്കരണ നയങ്ങളൊക്കെ ആവിഷ്കരിക്കപ്പെടുന്ന 91 ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ബജറ്റാണ് ഏറ്റവും സുന്ദരമായ ബജറ്റെന്ന് സാമ്പത്തിക രംഗത്തെ ചില വിദഗ്ധർ വിശേഷിപ്പിക്കുന്നുണ്ട്. സമാനമായതല്ലെങ്കിൽ പോലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ രാജ്യത്ത് ഇപ്പോൾ ഈ അവതരിപ്പിക്കപ്പെട്ട ബജറ്റിനെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കും? അല്ല, ഇതൊരു നേരിയ ആശ്വാസം നൽകുന്ന ബഡ്ജറ്റാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് 1 കോടി ആളുകളെ കൂടി ഈ പിന്നെ സീറോ ടാക്സ് ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടത്. 1 കോടി ആളുകൾക്ക് കൂടി പിന്നെ ടാക്സ് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ മധ്യവർഗത്തിലെ നിരവധി സ്ലാബുകൾ നമ്മൾ മൊത്തത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു ആശ്വാസം പിന്നെ സാലറീഡ് എംപ്ലോയീസിനെ സംബന്ധിച്ചുണ്ടാകും. പക്ഷേ അത് ഗണ്യമായ ഒരു മാറ്റം നമ്മളുടെ ജീവിതത്തിൽ വരുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇന്ധനത്തിന്റെ വില ഉയരുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതുപോലെ ഈ മധ്യവർത്തി വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും വിലക്കയറ്റം പോലെ അവരുടെ ജീവിതത്തെ ദുസ്സഹമാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള നിർദ്ദേശങ്ങളില്ല. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ പോലെ രൂക്ഷമായ പ്രശ്നങ്ങൾ രാജ്യത്തെ ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ താങ്കൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞല്ലോ. ശ്രീ രാജു പി നായർ, NDA സർക്കാരിൻ്റെ ബജറ്റിനെ എല്ലാ കാലത്തും കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന് വിമർശിച്ചത് അത് കോർപ്പറേറ്റുകൾക്ക് ഇളവ് നൽകുന്ന, അവരുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്ന, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ബജറ്റ് എന്നായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ പോലും ഒരു സാമാന്യം വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെയോ കർഷകരുടെയോ ദരിദ്രരുടെയോ ഒന്നും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന തരത്തിലുള്ള വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. അത് BJPയുടെ അമിത ആത്മവിശ്വാസം കൊണ്ടാണെന്ന് അന്ന് തന്നെ വലിയ രാഷ്ട്രീയ വിമർശനം ഉയർന്നതുമാണ്. അതിൻ്റെ ഒരു തിരിച്ചടി ആ അർത്ഥത്തിൽ BJPക്ക് നേരിടേണ്ടി വരികയും ചെയ്തു. ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്ന, അല്ലെങ്കിൽ പോരായ്മകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയമായി കൂടി പ്രയോജനപ്പെടും വിധം തിരുത്തലുകൾ വരുത്തിയ ഒരു സമീപനമാണോ ഈ ബജറ്റിൽ കണ്ടത്? അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഈ ബജറ്റിൽ വിമർശിക്കാൻ ബാക്കി എന്താണുള്ളത്? ഗോപികൃഷ്ണൻ, ഒരിക്കലുമില്ല. ഈ ഇന്ത്യയുടെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് യാതൊരു ചിന്തയും യാതൊരു ലക്ഷ്യബോധവും യാതൊരു തിരുത്തലുമില്ലാത്ത വെറും ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കിയിട്ട് ഇന്നത്തെ ബജറ്റിനെ മാറ്റി എന്നുള്ളതാണ് ഇന്ന് നടന്ന സംഭവം. എന്താ പറയുന്ന കാരണം ഇന്നലെ ഇന്ത്യയുടെ പാർലമെന്റിൽ ടേബിൾ ചെയ്ത എക്കണോമിക് സർവേ ഉണ്ട്. ആ എക്കണോമിക് സർവേയിൽ പറയുന്നത് കഴിഞ്ഞ സമീപ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കുറെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞൊരു ഡോക്യുമെന്റാണ്. ആ ഡോക്യുമെന്റിൽ എന്താ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്? ഇവിടെ സാധാരണ മനുഷ്യർക്ക് അവരുടെ വരുമാനത്തിൽ യാതൊരു വർധനവും ഉണ്ടാവുന്നില്ല. വേജസ് കഴിഞ്ഞ 5 വർഷമായിട്ട് സ്റ്റാഗ്നന്റ് ആണ്. ലേബർ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ വലിയ തിരിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഏകദേശം 4000 വരുന്ന ഈ രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ റവന്യൂ 6% വർദ്ധിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം വർദ്ധിച്ചപ്പോൾ അവരുടെ ലേബർ എക്സ്പെൻസ് ഏകദേശം 1.3% ആയിട്ട് കുറഞ്ഞു എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. രാജ്യത്ത് സാമ്പത്തിക അസമത്വം ഏറ്റവും രൂക്ഷമായ രീതിയിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത് ഇന്നലത്തെ എക്കണോമിക് സർവേ ആണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് ഒരു ബജറ്റ് വരുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാവണമായിരുന്നു. ഇതൊന്നുമില്ല. ഇപ്പോ ചർച്ചകൾ മുഴുവൻ പോകുന്നത് ഈ പറയുന്ന ആദായ നികുതിയിൽ ഇളവ് വന്നാണ്. ആദായ നികുതി ആകെ കൂടി 2% ആൾക്കാരാണ് ആദായ നികുതി അടയ്ക്കുന്നത്. 6% ടാക്സിന്റെ നെറ്റിൽ വരുന്നെങ്കിൽ പോലും ആദായ നികുതി അടയ്ക്കുന്നത് ഏകദേശം 2.5% ജനങ്ങളാണ്. ഞാൻ അതിനെ കുറച്ച് കാണുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ന് തളർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാനായിട്ട് എന്തെങ്കിലും നയമുണ്ടോ? നോക്കൂ ഗോപികൃഷ്ണൻ, ഒരു ഗ്ലോബൽ ചാലഞ്ച് നമ്മുടെ മുന്നിലുണ്ട്. അമേരിക്കയിൽ ഭരണമാറ്റം ഉണ്ടായി ട്രംപ് വന്നതിനു ശേഷം ട്രംപ് എടുക്കുന്ന നടപടികൾ ഒരു വ്യാപാര യുദ്ധത്തിലേക്കാണ് ലോകത്ത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സൂചിപ്പിക്കുന്ന രീതികളാണ്. ചൈനയും US-ഉം തമ്മിൽ വലിയ രീതിയിലുള്ള വ്യാപാര യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും വലിയ ശക്തിയായ ഇന്ത്യ എവിടെയാ നിൽക്കുന്നത്? യാതൊരു വിധത്തിലും അതിന് പ്രതിരോധിക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ ആ മത്സരത്തിലേക്ക് കടക്കുന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല.
രണ്ടാമത്തെ കാര്യം നോക്കൂ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം. നമ്മളിപ്പോൾ ഡീപ് സീക്കിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കുന്ന സമയമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റത്തോടുകൂടി അത് വെല്ലുവിളികളുമുണ്ട്, സാധ്യതകളുമുണ്ട്. വെല്ലുവിളികൾ എന്താ? തൊഴിൽ നഷ്ടം ഒരു വെല്ലുവിളിയാണ്. ആ തൊഴിൽ നഷ്ടം ഒരു ഭാഗത്ത് വെല്ലുവിളിയായിട്ട് നടക്കുമ്പോൾ സാധ്യതകൾ ഉപയോഗിക്കപ്പെടണം. എന്താണ് ഈ ബജറ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടിട്ടുള്ള ഈ സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രശ്നത്തിന് വേണ്ടി അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി 500 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 48 ലക്ഷം 50 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യയുടെ ബജറ്റിൽ 500 കോടിയാണ് ഈ 2024 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ. അതും ലോങ് ടേം അല്ലേ? അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള അടൽ തിങ്കറിംഗ് ലാബ്സ് ഉൾപ്പെടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ട് താങ്കളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്താണ്? അതായത് ആർട്ടിഫിഷ്യൽ ഇപ്പൊ ഡീപ് സീക്ക് ഒക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും വിധമുള്ള ഇടപെടലുകൾക്ക് പണം നീക്കിവെച്ചിട്ടില്ല എന്നതാണോ? അതല്ല, അത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ആശങ്കപ്പെടുന്ന തൊഴിൽ നഷ്ടമടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ബദൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണോ? എന്താണ് AI കുറിച്ചുള്ള താങ്കളുടെ പ്രധാനപ്പെട്ട വിമർശനം? അതെനിക്ക് മനസ്സിലായില്ല. അതാണല്ലോ നോക്കൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ രാജ്യത്ത് വലിയ രീതിയിൽ അത് വരുമ്പോഴത്തേക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകും എന്നുള്ളത് അതിന്റെ ഒരു വെല്ലുവിളിയാണ്. ആ തൊഴിൽ നഷ്ടം ഉണ്ടാകുമ്പോൾ തൊഴിൽ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ മറ്റ് നടപടി ഞാൻ ചോദിക്കട്ടെ, നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ടത് എന്തിനാ? മാനുഫാക്ചറിംഗ് സെക്ടർ സ്ട്രെങ്തൻ ചെയ്യണം. ഈ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള US തമ്മിലുള്ള വ്യാപാര യുദ്ധം നടക്കുമ്പോൾ ഒരു മാനുഫാക്ചറിംഗ് സെന്ററായിട്ട് ഇന്ത്യ മാറുന്നതാണ് അതിന്റെ സാധ്യത. ആ മാനുഫാക്ചറിംഗ് സെന്റർ ശക്തിപ്പെടുത്താൻ എന്ത് നടപടിയുണ്ട്? മേക്ക് ഇൻ ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് ഇവരെ അംഗീകരിക്കുന്നുണ്ടല്ലോ ഏകദേശം. അതുകൊണ്ടാണല്ലോ പുതിയ പേരിട്ട് വന്നിരിക്കുന്നത്. മേക്ക് ഇൻ വ്യാവസായിക രംഗം തകർന്നിരിക്കുന്നു. വ്യവസായ രംഗം തകർന്നിരിക്കുന്നിടത്ത് ഈ പറയുന്ന, കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാനുഫാക്ചറിംഗ് സെഗ്മെന്റ് 4% പോലും ജോബ് ക്രിയേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ രൂക്ഷമാവുന്നതിന്റെ കാര്യം ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടർ തകർന്നു എന്നുള്ളതാണ്. അപ്പൊ തൊഴിലില്ലായ്മ ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി നേരിടാൻ വേണ്ടി മാനുഫാക്ചറിംഗ് സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒന്നും ഉണ്ടാവുന്നില്ല. ഇനി നോക്കൂ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ഇപ്പോ ചൈന ഡീപ് സീക്ക് കൊണ്ടുകൊണ്ട് വരുന്നു. അവിടെ വലിയൊരു മത്സരം നടക്കുന്നു, ഒരു മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള മത്സരം നടക്കുന്നു. എന്ത് നടപടിയാണ് ഈ ബജറ്റിൽ പറയുന്നത്? 500 കോടി രൂപ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ സാധ്യതകളെ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഈ ഇതിനോടുള്ള വെല്ലുവിളിയാവും? ഒരു വെല്ലുവിളിയില്ല. അപ്പോ അത്തരത്തിൽ യാതൊരു ദിശാബോധവുമില്ലാതെ വെറുതെ എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ പറയുന്നു തോന്നിപ്പിക്കുന്ന അതിന്റെ ഹൈലൈറ്റ് ഈ മധ്യവർഗ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു. അതിന് തെറ്റൊന്നുമില്ല. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ബജറ്റിലൊക്കെ അല്പം രാഷ്ട്രീയമൊക്കെ വരും. പക്ഷെ അതിനപ്പുറം എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? കണക്കുകൾ മുഴുവൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. നോക്കൂ, ഈ ബജറ്റ് തുടങ്ങി വെക്കുന്നത് എന്താ? 2047 വികസിത് ഭാരത് സങ്കല്പമായിട്ടാണ് വെക്കുന്നത്. വികസിത് ഭാരത് സങ്കല്പം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് എത്തണമെങ്കിൽ ഇന്നലെ എക്കണോമിക് സർവേ പറഞ്ഞിരിക്കുന്നു, ചീഫ് എക്കണോമിക് അഡ്വൈസർ പറഞ്ഞിരിക്കുന്നു, 10 വർഷം 8% വളർച്ചയിലേക്ക് വരണം. 10 വർഷം. കഴിഞ്ഞ പ്രാവശ്യം ബജറ്റ് ചർച്ച നടന്നപ്പോ ഞാനും ഗോപികൃഷ്ണൻ കൂടെയൊക്കെ ഇരുന്നിട്ടുണ്ടാവും. എത്രയായിരുന്നു അന്ന് BJP പ്രതിനിധി പറഞ്ഞത്? 7.4% ഫോർകാസ്റ്റ് വന്നിരിക്കുന്നു. നമ്മൾ 7.4% വളരാൻ പോകുന്നു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? 6.4% നിൽക്കുന്നത്. ഇനി ഈ ഡെവലപ്ഡ് കൺട്രി ആയിട്ട് പോകണമെങ്കിൽ 8% വളരണം. ആ 8%-ലേക്കുള്ള എന്ത് പ്രപ്പോസൽ ഉണ്ട്? ഒരു പ്രപ്പോസലും ഇല്ല. ഇനി നോക്കൂ, ഈ 8%-ന്റെ പ്രശ്നം എന്താ? നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിനു ശേഷം ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനപരമായ രീതിയിൽ മാറ്റം വരുത്തിയോടെ 1.5% കുറവാണ് യഥാർത്ഥ നമ്പറിൽ നിന്ന് നമ്മൾ പറയുന്ന GDP. കാരണം അതുകൊണ്ടാണ് ഇവർ പറയുന്ന നമ്പറുകൾ ഗ്രൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യാത്തത്. ഇനി അതിലപ്പുറം ഒരു അടിസ്ഥാന പ്രശ്നമുണ്ട് ഗോപികൃഷ്ണൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മുഴുവൻ ഇൻഡൈസസും GDP ഉൾപ്പെടെയുള്ള മുഴുവൻ ഇൻഡൈസസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ്. 2014 1.2 ബില്യൺ ആയിരുന്നു ഇന്ത്യയുടെ ജനസംഖ്യയെങ്കിൽ നമ്മൾ ഇന്ന് ചൈനയെ മറികടന്ന് 1.44 ബില്യണിൽ നിൽക്കുകയാണ്. ആ പറഞ്ഞ കാര്യങ്ങൾ ശ്രീ രാജു പി നായർ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് GDP കാൽക്കുലേഷനിൽ വരുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങളിലെ മാറ്റങ്ങൾ, 2011 സെൻസസ് അനുസരിച്ചിട്ട് നടത്തുന്ന ഇൻഡിസസ്, ഇതെല്ലാം തന്നെ
ദീസ് ആർ കീ പോയിന്റ്സ് ടു ബി ഡിസ്കസ്ഡ്. അതിനകത്തൊരു സംശയവുമില്ല. ആ ഭാഗം എനിക്കൊന്ന് ആദികേശവൻ സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ശ്രീ TP ജയചന്ദ്രനുമുണ്ട്. എന്താണ് ഈ ബജറ്റ് നമ്മുടെ മുന്നിൽ വെക്കുന്നത്, നമ്മുടെ മുന്നിൽ വരയ്ക്കുന്ന ചിത്രം എന്താണ്? ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളുമായി ഈ ബജറ്റ് എങ്ങനെ നിൽക്കുന്നു? അത് അത്തരം പ്രശ്നങ്ങളെ ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ, അഭിസംബോധന ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമുക്ക് രണ്ടാം റൗണ്ടിൽ ചർച്ച ചെയ്യാനുള്ളത്. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്ററിലേക്കും അതോടൊപ്പം തന്നെ ആദികേശവൻ സാറിലേക്കും ഞാൻ വരാം. ഒരു ചെറിയ ഇടവേള എനിക്ക് അടിയന്തരമായി എടുക്കണമെന്നതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഞാൻ വളരെ വേഗം നിങ്ങളിലേക്ക് തിരിച്ചു വരാം. രണ്ടാം ഘട്ടത്തിൽ കേരളത്തെ എങ്ങനെയാണ് ഈ ബജറ്റ് കണ്ടത് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. കാരണം സുസ്ഥിര വികസനത്തിന് കേരളത്തെ അഭിനന്ദിക്കുന്ന ഒരു സാമ്പത്തിക സർവേയാണ് ഇന്നലെ പുറത്തിറങ്ങിയിരിക്കുന്നത്. മന്ത്രി MB രാജേഷ് അടക്കമുള്ളവർ ഈ പാനലിൽ തുടരും. ചർച്ച തുടരുന്നു. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഈ ബജറ്റിൽ മേനി പറയാൻ എന്താണുള്ളത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപാട് കാര്യങ്ങളിൽ ഊന്നിയാണ്. 2-2.5% വരുന്ന നികുതിദായകർക്ക് ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനം കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നെങ്ങനെ പറയാൻ കഴിയും? പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നടപ്പാകാതെ പോയതിനെ കുറിച്ചാണ്. 400 വന്ദേ ഭാരത് ട്രെയിൻ 81 മാത്രമാണുള്ളത്. ജലജീവൻ മിഷൻ എന്ന പദ്ധതി അത് 2024 പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. അത് 2028 നീട്ടിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ട്രംപിൻ്റെ ഈ ടാക്സ് വാർ, അത്തരം ഭീഷണികൾ നേരിടാൻ വേണ്ടി എന്ന കാര്യത്തിൽ ഒരു പ്രതിഫലനം കാണുന്നില്ല ഈ ബജറ്റിൽ നിന്നത്. AI പോലെയുള്ള നവസാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ, പ്രത്യേകിച്ച് ചൈനയുടെ ഡീപ് സീക്ക് പോലെയുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്ന ഘട്ടത്തിൽ അതെവിടെ എന്ന ചോദ്യം ഉണ്ടാകുന്നു. വിലക്കയറ്റം എന്ന മധ്യവർഗം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്ന എന്ത് നിർദ്ദേശങ്ങൾ എന്ന ചോദ്യവും തുറിച്ചു നോക്കുന്നുണ്ട് ഈ ബജറ്റിനെ. എന്താണ് പറയാനുള്ളത്? ഗോപികൃഷ്ണൻ, ഞാൻ MB രാജേഷിനെ പോലെ ഭരണപരിചയമുള്ള ഭരണത്തിൻ്റെ ഇടനാഴികൾ പ്രവർത്തിച്ച ഒരു മന്ത്രിയായ ഒരു പൊതുപ്രവർത്തകനല്ല, ഒരു സാമ്പത്തിക വിദഗ്ധനുമല്ല ആ തർക്കത്തിൽ പറയാൻ. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് ഞാൻ. ഇവിടെ ചിലർ പറഞ്ഞ മാതിരിയിൽ ദിശാബോധവും മറ്റുമൊക്കെയുള്ള 10-60 കൊല്ലക്കാലം ഇന്ത്യ ഭരിച്ചതിന് ശേഷമാണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. അന്ന് കേരളത്തിലുണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു മന്ത്രി പറഞ്ഞത്, റാഫേൽ വിമാനം വാങ്ങാനുള്ള പണം നമ്മുടെ ഖജനാവിലില്ല, വിദേശത്തും സാധനം ഇറക്കുമതി ചെയ്യാനുള്ള വിദേശ നാണയ കരുതൽ ശേഖരവും നമ്മുടെ കയ്യിലില്ല, പ്രതിരോധ മേഖലയിൽ പണിയെടുക്കുന്നവന് നല്ല ബൂട്ട് വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. ഏതായാലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കാണുന്നത്, ഇവിടെ കണക്കുകൾക്കപ്പുറത്തേക്ക് വലിയ കുതിപ്പിലാണത്ര ഇന്ത്യ രാജ്യം. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് അഹമ്മദാബാദിലെ കഴിവ് തെളിയിച്ച V അനന്തനാഗേശ്വരനെ പോലെ, IIT കാൺപൂരിൽ തൻ്റെ കഴിവ് തെളിയിച്ച എക്സ്പെൻഡിച്ചർ ഓഫീസറായ സെക്രട്ടറിയായ മനോജ് ഗോകുലിനെ പോലെയുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായ ലോക സാമ്പത്തിക വൈദഗ്ധ്യമുള്ള അനുഭവിച്ചറിഞ്ഞ ആളുകൾ തയ്യാറാക്കിയ ഒരു ബജറ്റാണ്. അതുതന്നെയാണ് കഴിഞ്ഞ 10 കൊല്ലവും ഇന്ത്യ രാജ്യത്ത് ഉണ്ടായത്. ഈ ബജറ്റിൽ കൃത്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ലോകത്ത് ഏറ്റവും വലിയ വളർച്ച നടക്കുന്ന രാജ്യമാണിന്ന് ഇന്ത്യ. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് എളിയ ബുദ്ധിയിൽ ഞാൻ മനസ്സിലാക്കിയത്, അമേരിക്കയോ ചൈനയോ പോലും നേടാത്ത വളർച്ചയാണ് നമ്മൾ അതിന് കാരണങ്ങളുമുണ്ട്. മാത്രമല്ല, ഇവിടെ വളരെ ദിശാബോധമുള്ള AI ഒക്കെ അറിയാവുന്ന ആളുകൾ ഭരിച്ചപ്പോൾ ഇന്ത്യ സാമ്പത്തികമായിട്ട് 10ാം സ്ഥാനത്താണ് എന്നാണ് കണക്കിന് വിവരമുള്ളവർ പറയുന്നത്. അതിന്ന് 5ഓ 4ഓ ഒക്കെയായി വളർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, GST വരുമാനം ഒരു മാസം ഏതാണ്ട് 1.5 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. ശക്തമായ വിദേശ നാണയ കരുതൽ ശേഖരമുണ്ട് എന്ന് വിവരമുള്ളവർ പറയുമ്പോൾ അവർ സൂചിപ്പിക്കുന്നത്, രാജ്യത്തിൻ്റെ വിദേശ കടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 90% നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. വിദേശ നിക്ഷേപത്തിന് കഴിഞ്ഞ 2-3 മാസം 17.9 കോടി രൂപയുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട്. ബാങ്കിലെ കിട്ടാത്ത കടം 2.6% കുറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ വാങ്ങൽ ശേഷിയും വിനിമയ ശേഷിയും ഒക്കെ കുറഞ്ഞാൽ എങ്ങനെയാണ് ഈ കടബാധ്യത കുറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എൻ്റെ പരിമിതമായ രാഷ്ട്രീയ ബോധം വെച്ച്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ ചോദ്യം എന്താ, നിങ്ങൾ ചോദിച്ച ചോദ്യം, അതായത് 2% ആളുകൾക്ക് മാത്രമാണ് ഇൻകം ടാക്സിലെ വർധനവുണ്ടാകുന്ന ഗുണം. ഒരു സദ്യ കഴിച്ച് എല്ലാത്തിനും കുറ്റം പറയുന്ന ആൾ ഒന്നും കാണാതെ അവസാനം പറഞ്ഞത് വായിൽ കൊള്ളാത്ത പൂവമ്പഴമാണ് തന്നത് എന്നായിരുന്നു. ഇന്നലെ വരെ ചർച്ച എന്തായിരുന്നു? മധ്യവർഗത്തെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ഗോപികൃഷ്ണന് മുമ്പിൽ ഒരു കാര്യം പറയാം. 2014 മുതൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിദരിദ്രരെയായിരുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ ഈ ഗവൺമെൻറ് ലക്ഷ്യമിട്ടത്.
പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മ മാനവ ദർശനത്തിലെ അന്ത്യനാരായണ സങ്കല്പം, ഒരു സമൂഹത്തിൻ്റെ ശ്രേണിയിൽ ഏറ്റവും പുറകിലിരിക്കുന്ന അതിദരിദ്രൻ, അവർക്കായിരുന്നു ജൻധൻ യോജന, അവർക്ക് വേണ്ടിയായിരുന്നു ഒരു കക്കൂസ് പോലും ഇല്ലാത്തവന് അത് നൽകുന്ന സ്വച്ഛ് ഭാരത്, അവർക്ക് കിടപ്പാടമില്ലാത്തവന് ഒരു കൂര കൊടുക്കുന്ന പദ്ധതിയായിരുന്നു ആവാസ് യോജന. അങ്ങനെ 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 നിരവധി പദ്ധതികൾ. രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ദരിദ്രരിലേക്ക് എത്തി. ഭക്ഷണം കിട്ടാത്തവന് 80 കോടിയോളം ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം, അവർക്ക് നല്ല ഗ്രാമീണ റോഡുകൾ, അവരുടെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളം, അവർക്ക് കിടന്നുറങ്ങാൻ ഒരു ചെറിയ വീട്, ഇതൊക്കെയായിരുന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ട്, അതിൽ വിവരമുള്ളവരൊക്കെ പറയുന്നത് അവിടെ നമ്മൾ കുറേ മുന്നേറ്റമൊക്കെ നടത്തി എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ ഇന്ത്യൻ കണക്കുകൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട, അത് BJP-കാരുടേതായിരിക്കാം. പക്ഷേ ലോക ബാങ്ക്, യുണൈറ്റഡ് നേഷൻസ് ഇവരൊക്കെ പറയുന്നത് ദാരിദ്ര്യരേഖയുടെ അതിര് കടന്ന് ഏതാണ്ട് 25 കോടിയോളം ഇന്ത്യക്കാർ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഇന്ത്യയിൽ ആ രേഖ കടന്ന് മുന്നോട്ട് എത്തിയിരിക്കുന്നു എന്നത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പഠന വിജയമാക്കേണ്ടതാണ്. വാഹന വിപണിയിൽ ലോകത്തിലെ 4ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അത്ര ഇന്ത്യ. വൈദ്യുതോൽപാദനത്തിൽ റഷ്യയെ പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറയുന്നു നമ്മുടെ സർവേ റിപ്പോർട്ട്. ടെക്സ്റ്റൈൽ മേഖലയിൽ 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. സ്റ്റീല്, മൊബൈല്, പഞ്ചസാര ഉൽപാദനം, സൂപ്പർസോണിക് മിസൈലുകൾ, കശ്മീരിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തുടങ്ങി ഈ രാജ്യത്ത് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ രംഗത്തുള്ളവരൊക്കെ. അല്ല ജയേന്ദ്ര മാസ്റ്റർ, ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 2.5% വരുന്ന ടാക്സ് പേയേഴ്സിന്റെ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്, ഇന്ത്യൻ മധ്യവർഗം എന്ന് പറയുന്നത് എത്ര ശതമാനം ഉണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ 2.5% അല്ലല്ലോ. അവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ എന്താണ് ഈ ബജറ്റ് ഉള്ളത്? ഇതൊരു മധ്യവർഗ ബജറ്റ് ആണെങ്കിൽ, ഇഫ് ദിസ് ഈസ് എ മിഡിൽ ക്ലാസ് ബജറ്റ്. ഇന്ത്യ രാജ്യത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മധ്യവർഗമാണ് ഈ രാജ്യത്തിലെ കർഷകർ. അവർക്ക് KCC-യിലൂടെ ഇന്നലെ ചെയ്തിരുന്നത് 3 ലക്ഷം രൂപയിൽ നിന്നും അത് 5 ലക്ഷം രൂപയായി വായ്പ നൽകുന്നതിലൂടെയും കാർഷിക മേഖലയിലെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിലൂടെയും പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റുകളും അവ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മെച്ചപ്പെടുത്താനുമുള്ള പദ്ധതികളെ 100ഓളം ജില്ലകളെ തെരഞ്ഞെടുത്തുകൊണ്ട് PM ധൻ ധാന്യ യോജനയിലൂടെ ലഭിക്കും. അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തെ മധ്യവർഗമല്ലേ? സ്റ്റാർട്ടപ്പുകൾക്ക് 20 കോടി രൂപ വരെ വാഗ്ദാനം ചെയ്യുമ്പോഴും അവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് ഈ രാജ്യത്തെ അഭ്യസ്ത വിദ്യരും സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ചെറുപ്പക്കാരല്ലേ? ഈ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സോണിയാഗാന്ധിയുടെ മണ്ഡലം ഉൾപ്പെടെയുള്ള വയനാട് ഉൾപ്പെടെയുള്ള ആദിവാസി മേഖലയിലെ വനിതകൾക്ക് 15 കൊല്ലത്തെ സംരംഭകരായി മാറുന്നതിന് അവർക്ക് 15 കൊല്ലത്തേക്ക് പലിശരഹിത വായ്പ കൊടുക്കുന്നത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് രക്ഷപ്പെടുകയില്ലേ? ഈ രാജ്യത്തെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിനും പോഷകാഹാര സമൃദ്ധിക്കും ആവശ്യമായ സഹായം ചെയ്യുമ്പോൾ അതിന് താഴെയുള്ള വർഗമല്ലേ രക്ഷപ്പെടുന്നത്? ഈ രാജ്യത്തെ ക്യാൻസർ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് സൗകര്യങ്ങൾ നൽകുമ്പോഴും അവർക്ക് മരുന്നുകൾ സൗജന്യമാവും ചെയ്യുമ്പോൾ ഈ മേഖലയിലുള്ളവരുടെ ജീവിതമല്ലേ മെച്ചപ്പെടുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയല്ലേ 25 കോടിയോളം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് മുകളിലേക്ക് വരുന്നതും രാജ്യത്തിൻ്റെ വാങ്ങൽ ശേഷി ഉയരുന്നതും രാജ്യത്തിലെ റോഡുകളും വിമാനത്താവളം. ഒരു കാര്യവും കൂടെ ഗോപികൃഷ്ണൻ, രാജ്യത്തെ വിമാനത്താവളങ്ങളിലേക്ക് കയറി ചെല്ലാൻ ആളുകൾ ഉണ്ടാകുന്നത് അവരുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ടല്ലേ? വന്ദേ ഭാരത് പോലുള്ള തീവണ്ടികളിൽ കയറാൻ ആളുകൾ തിക്കിത്തിരക്കുകയും കേരളത്തിൽ പോലും ടിക്കറ്റുകൾ ഏറ്റവും ചൂടപ്പം പോലെ വിറ്റുകളിക്കുകയും ചെയ്യുന്നത് ഇത് വർദ്ധിപ്പിക്കുന്നതല്ലേ? കേരളത്തിൽ നവീകരിക്കപ്പെട്ട റോഡുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ ആളുകൾ തയ്യാറെടുക്കുന്നത് അതിന്റെ സൂചനയല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്കങ്ങനെ രാഷ്ട്രീയ വിരോധം വെച്ച് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളാണ്. ശരി ശരി, ഇനി ഞാൻ വരാം. ആദികേശവൻ സർ, താങ്കൾ ഈ ബജറ്റിനെ നിരീക്ഷിക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോൾ അതിലെ മേന്മകൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ്? നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാവുന്ന ഒരു നല്ല ബജറ്റായി താങ്കൾ ഇതിനെ വിലയിരുത്തുമോ? അതിവേഗം വളരുന്ന സമ്പദ്ഘടന എന്നത് ഒരു അലങ്കാരമായി, ഒരു വിശേഷണമായി നിരന്തരം ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദമാണ്. അത് പ്രതിഫലിക്കുന്ന ഒന്നായിരുന്നു ഈ ബജറ്റ്. ഗോപികൃഷ്ണൻ, അതിനുത്തരം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഈ പശ്ചാത്തലം, ഇന്നത്തെ ഇന്ത്യൻ സമ്പദ്ഘടന നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. നമ്മുടെ സമ്പദ്ഘടന ഇപ്പോൾ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന രീതിയിൽ വളർച്ചാ നിരക്ക് കൈവരിക്കുന്ന മേജർ ഇക്കോണമി എന്നുള്ള രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വളർച്ച ഈ നടപ്പ് സാമ്പത്തിക വർഷം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത്
കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമാകും. 6.4% നമ്മൾ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് നമ്മൾ കണക്കാക്കുന്നത്. അടുത്ത വർഷത്തിലും ഇക്കണോമിക് സർവേ പറയുന്നത് പരമാവധി നമ്മുടെ വളർച്ചാ നിരക്ക് 6.8% ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മുടെ ഒരു പാനലിസ്റ്റ് പറഞ്ഞ കാര്യം, അതിൽ പറഞ്ഞ രാഷ്ട്രീയത്തിനോട് അല്ല എൻ്റെ യോജിപ്പ്. പക്ഷേ ഇക്കണോമിക് സർവേ പറയുന്നുണ്ട് നമ്മുടെ രാജ്യം ശരിക്കും നാം വിഭാവനം ചെയ്യുന്ന വികസിത രാജ്യം ആവണം എന്നുണ്ടെങ്കിൽ 8% റിയൽ ഗ്രോത്താണ് ഗോപികൃഷ്ണൻ. നമ്മൾ സാധാരണ പറയുന്നത് ഇൻഫ്ലേഷൻ കണക്കാക്കാതെ എടുക്കുന്ന ഗ്രോത്തിനെയാണ് നമ്മൾ കണക്കിൽ ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പോൾ 8% തുടർച്ചയായിട്ടുള്ള വളർച്ചാ നിരക്ക് കൈവരിച്ചാലേ അടുത്ത 20-22 വർഷം കൊണ്ട് നമ്മളൊരു ഡെവലപ്ഡ് സ്റ്റാറ്റസിലേക്ക് എത്തുകയുള്ളൂ. ഇതിനെന്താണ് സർക്കാരുകൾ ചെയ്യേണ്ടത്, സർക്കാരാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും സർക്കാരിൻ്റെ ചെലവ്, അത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഈ വളർച്ചയ്ക്ക് നൽകുന്ന ഒരു പ്രചോദനമായി പ്രവർത്തിക്കും. അപ്പോൾ സർക്കാരിൻ്റെ ചെലവ് 47 കോടി രൂപയായിരുന്നു, 47 ലക്ഷം കോടിയായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ തോതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ വർഷം ആയപ്പോഴത്തേക്കും 50 ലക്ഷം കോടിയായിട്ട് ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ബഡ്ജറ്റ് എക്സ്പാൻഷനറി ആണ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂടുതൽ ചെലവ് കണക്കാക്കിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബഡ്ജറ്റാണ്. അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെലവും കഴിഞ്ഞ വർഷം 11 ലക്ഷം കോടിയായിരുന്നു, അതിനത് മുമ്പിലത്തെ വർഷം 10 ലക്ഷം കോടിയായിരുന്നു. ഈ വർഷവും അതിലൊരു വർധനവ് വന്നിട്ടില്ലെങ്കിൽ കൂടി 11 ലക്ഷം കോടി ആണ് ഈ വർഷവും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് സർക്കാർ കണക്കാക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഇപ്പോൾ മധ്യവർഗത്തിന് വേണ്ടി കൊടുത്ത ഇളവ് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അത് കൂടാതെ ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് KCC എന്ന് പറയുന്ന ഒരു ലോണിന് 3 ലക്ഷം വരെയാണ് പലിശ ഇളവ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 5 ലക്ഷം ആയിട്ട് ഉയർത്തുമ്പോൾ എല്ലാ സംസ്ഥാനം കേരളത്തിലടക്കമുള്ള കർഷകർക്ക് നേരിട്ട് പ്രയോജനം 4.5% പൂർണ്ണമായിട്ടും ഇൻട്രസ്റ്റ് സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ എത്ര വായ്പ എടുത്താലും 5 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് പലിശ നിരക്കിൻ്റെ ഇളവ് ലഭ്യമാകുന്നു. MSME സെക്ടറിൻ്റെ ഡെഫിനിഷൻ, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് അവയുടെ കാറ്റഗറൈസേഷൻ നടക്കുന്നത്. അതിനെ 2.5 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് കൊണ്ട് നടപ്പിലാവുന്നത് നേരത്തെ 50 കോടിയാണ് പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്. മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന MSME ആയിട്ട് ഒരു യൂണിറ്റിനെ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് 50 കോടി ആയിരുന്നുവെങ്കിൽ അത് 125 കോടിയായിട്ട് ഉയർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടി സ്കീംസിലും നല്ല വർധനവ്, 5 കോടി വരെ ഈടില്ലാതെ കൊടുക്കാനായിട്ടുള്ള ഗ്യാരണ്ടി നേരത്തെ നിലവിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 10 കോടിയായിട്ട് വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ചാ നിരക്ക് കൈവരിക്കുവാൻ ഇത് മതിയോ? ഈ ചോദ്യം ശരിക്കും നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചുള്ള സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പരക്കെ വിശ്വസിക്കപ്പെടുന്നതും പൊതുവെ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടികൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പൊതുവെ ഉള്ളത് ഈ ധനക്കമ്മി 3 എന്നുള്ളതായിരുന്നു FRBM ആക്റ്റിൽ. അതൊരിക്കലും എത്തപ്പെട്ടിട്ടില്ല. പക്ഷേ എന്നാലും ധനക്കമ്മി കുറച്ചു കൊണ്ടുവരിക, അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗോപികൃഷ്ണൻ ആർട്ട് ഓഫ് ദി പോസിബിൾ അല്ലേ, സാധ്യമാവുന്നതിൻ്റെ ഒരു കല മാത്രമല്ലേ ബഡ്ജറ്റ്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുകയും നമുക്ക് ചിലവ് കൂട്ടുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഭവം എവിടെ നിന്ന് വരും? ഇതിനു വേണ്ടിയിട്ടുള്ള വിഭവം, അതേപോലെ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ മധ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എന്നാലും ഈ ബഡ്ജറ്റിൽ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ നികുതി ഇളവ് കൊടുത്തത് വഴി 1 ലക്ഷം കോടിയാണ് സാക്രിഫൈസ് ആയിട്ട് ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നത്. എന്നാലും നികുതി വരുമാനം, അതായത് മൊത്തം 1 ലക്ഷം കോടിയുടെ ഇളവ് കൊടുത്തതിന് ശേഷവും നികുതി വരുമാനം കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം 25 ലക്ഷം, കഴിഞ്ഞ വർഷം വെച്ചാൽ ഈ നടപ്പ് സാമ്പത്തിക വർഷം മാർച്ച് 2025 കൂടി 25 ലക്ഷം കോടി ആയിരുന്നുവെങ്കിൽ
28 ലക്ഷം കോടിയാണ് 25-26 കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ബഡ്ജറ്റിൻ്റെ തോത് 3 ലക്ഷം കോടി കൂട്ടിയപ്പോൾ ആ കൂടുതൽ നീക്കിയിരിപ്പിലേക്ക് വേണ്ടി വരുന്ന തുക പൂർണ്ണമായിട്ടും നികുതി പിരിവിലൂടെ ടാക്സ് എഫിഷ്യൻസിയിലൂടെ സമാഹരിക്കാനായിട്ടുള്ള നിർദ്ദേശം ഈ ബഡ്ജറ്റിൽ വരുന്നു. അതുകൊണ്ടാണ് ഈ സാധ്യതകളുടെ ഒരു കല എന്നുള്ള അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിനെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട്, ചാലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് പരമാവധി ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ ഒരു കൺസേൺ പരക്കെ പറയപ്പെടുന്നത് കൊണ്ട് ആ ഫിസിക്കൽ ധനക്കമ്മി കുറയ്ക്കുകയും വിഭവ സമാഹരണം എഫിഷ്യൻ്റായിട്ട് നടത്തുകയും അതേസമയം പരമാവധി ഇളവുകൾ ആൾക്കാർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങൾ ഒത്തുനോക്കുമ്പോൾ ചെയ്യുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുവാൻ ശ്രമിക്കുന്നത്. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ഇനി നമുക്ക് കേരള ഫോക്കസ്ഡ് ആയിട്ട് കൂടി പറഞ്ഞോളൂ. യു മേ പ്ലീസ് കംപ്ലീറ്റ്. തീർച്ചയായിട്ടും പറഞ്ഞോളൂ സർ. അല്ല, ഒരേ ഒരു സെൻറ്റൻസ് മാത്രം. പക്ഷേ അതേസമയം വേണ്ട മേഖലകൾക്കെല്ലാം ചിലവ് പ്രതീക്ഷിച്ച രീതിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അത് ഏത് ഗവൺമെൻറ് അധികാരത്തിൽ നിന്നാലും നമുക്ക് ഈ ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചുള്ള ഈ ഒബ്സഷൻ ഉള്ളിടത്തോളം കാലം ചിലവാക്കേണ്ട രീതിയിലുള്ള ചിലവ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് ഒരു കംഫർട്ട്. ഇന്ത്യ ആര് ഭരിച്ചാലും, BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ സമ്പദ്ഘടനയുടെ സ്ട്രെങ്ത് ഞാൻ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൊത്തം കടത്തിലെ ഫോറിൻ കറൻസി കടത്തിൻ്റെ തോത് 3% മാത്രമേ ഉള്ളൂ. ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സിലുണ്ട് 190 ലക്ഷം കോടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മൊത്തം കടം എങ്കിൽ അതിൽ 5 ലക്ഷം കോടി മാത്രമാണ് ഫോറിൻ കറൻസി ഡെറ്റ്. അതുകൊണ്ട് കടത്തിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിവക്ഷിക്കുന്ന ആശങ്ക നമുക്ക് ആവശ്യമില്ല. പക്ഷേ ആ ആശങ്ക അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഒരു ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിക്കും. ശരി സാർ, നമുക്കിനി കേരളത്തിലേക്ക് വരാം. കേരളം എങ്ങനെയാണ് ഈ ബഡ്ജറ്റിൻ്റെ തലേനാൾ വരെ ഈ ബഡ്ജറ്റിനെ നോക്കിക്കണ്ടത്? മിനിസ്റ്റർ ശ്രീ MP രാജേഷ്, നമ്മൾ 24,000 കോടി രൂപയുടെ ഒരു പാക്കേജ് നമ്മുടെ ആവശ്യത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നു. കാരണം ഈ കേന്ദ്ര വിഹിതം കുറയുന്നതും GST വരുമാന വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ കേരളം നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ പിന്നെയാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് അതിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി ഒരു 2,000 കോടി രൂപയുടെ പാക്കേജ്, ഇങ്ങനെ നമ്മളൊരു 16 ആവശ്യങ്ങൾ കേന്ദ്രത്തിൻ്റെ പരിഗണനയ്ക്കായി വെച്ചിരുന്നു. സാമ്പത്തിക സർവേയിൽ താങ്കൾക്ക് അറിയാമല്ലോ, സുസ്ഥിര വികസനത്തിന് കേരളത്തിന് അഭിനന്ദനം ഇന്നലത്തെ സാമ്പത്തിക സർവേയിലുണ്ട്. ഇന്ന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഇവിടെ നിന്ന് BJPയെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ വിന്നിൽ ഒരു MP പോയ അതിനുശേഷമുള്ള വരുന്ന ബജറ്റ് എന്നത് കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നു, കേരളത്തിന് ഒരു പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പരിഗണിക്കപ്പെടും എന്നാണ്. അങ്ങനെ ഒരു കമൻറ്റും ഇന്ന് വന്നിട്ടുണ്ട്. അത് വളരെ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഈ വിധം നിരാകരിക്കാൻ ഉണ്ടായ കാരണങ്ങൾ? താങ്കൾ എങ്ങനെ കാണും? ഞാൻ കേരളത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ തുടക്കത്തിൽ വളരെ കുറച്ചേ സംസാരിക്കാൻ എനിക്കുള്ളൊരു അസൗകര്യം കൊണ്ട് സംസാരിക്കാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എനിക്കുള്ള ഒരു വിയോജിപ്പ് ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഗോപിയും പറഞ്ഞു, ബഹുമാന്യനായ എനിക്ക് വളരെ ആദരവുള്ള ശ്രീ ആദികേശവനും പറഞ്ഞു, ബജറ്റ് എക്സ്പാൻഷനറി ആണ് എന്നും പബ്ലിക് എക്സ്പെൻഡിച്ചർ വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും. വസ്തുതാപരമല്ലാതെ കണക്കുകൾ മറിച്ചാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് 2020-21 മുതൽ GDPയുടെ ഒരു പെർസെൻറ്റേജ് എന്ന നിലയിൽ നോക്കിയാൽ ബജറ്റ് എക്സ്പെൻഡിച്ചർ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് 2020-21 മുതൽ തന്നെയുണ്ട്. ആ പ്രവണത ഈ വർഷവും തുറന്നിരിക്കുന്നു. ഇപ്പോൾ 2024-25 നടപ്പ് വർഷത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ GDPയുടെ ഒരു പെർസെൻറ്റേജ് എന്ന നിലയിൽ നോക്കിയാൽ 14.6% അത് 14.2 കുറയുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് 25-26 ബജറ്റിൽ. അപ്പോൾ 0.4% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എക്സ്പാൻഷനറി എന്ന വാദം തെറ്റാണ്. ഇനി അത് സാധൂകരിക്കുന്ന വേറെ ചില കണക്കുകൾ കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഭക്ഷ്യ സബ്സിഡി, കൃഷി അനുബന്ധ മേഖലകൾ, വിദ്യാഭ്യാസം, റൂറൽ ഡെവലപ്മെൻറ്റ്, സാമൂഹിക ക്ഷേമം, അർബൻ ഡെവലപ്മെൻറ്റ്, നഗരവികസനം, ഇതിനെല്ലാം കഴിഞ്ഞ നടപ്പ് വർഷത്തിൽ ബജറ്റ് കട്ടുണ്ടായിട്ടുണ്ട്. എത്രയാണോ ബജറ്റിൽ പറഞ്ഞത് അതിനേക്കാൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുമ്പോൾ, പുതുക്കിയ കണക്കുകൾ വരുമ്പോൾ അത് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ 25-26 കാണുന്നത് എന്താണ്?
കഴിഞ്ഞ വർഷം എത്രയാണോ നീക്കി വെച്ചത് അത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് തന്നെ സെയിമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വെച്ചത് തന്നെ ഇത്തവണ നീക്കി വെച്ചു. കഴിഞ്ഞ വർഷം ബജറ്റിൽ വെച്ചത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നപ്പോൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ വെട്ടിച്ചുരുക്കുന്ന പ്രവണതയാണ്, ചെലവ് വെട്ടിച്ചുരുക്കുന്ന പ്രവണതയാണ് ഈ ഗവൺമെൻറ് ഉടനീളം തുടരുന്നത്. അത് ഈ ബജറ്റിലുമുണ്ട്. പിന്നെ ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യം എടുത്താൽ ബജറ്റിൽ 2.5 ലക്ഷമാണ് 24-25 വെച്ചിട്ടുണ്ടായിരുന്നത്. 2.5 ലക്ഷം 7,830 കോടി കുറച്ചാണ് ചെലവഴിച്ചത്. 7,830 കോടി. ഇത്തവണ വെച്ചിട്ടുള്ളത് എത്ര? 2.3 ലക്ഷം, 2.03 ലക്ഷം. അതായത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 2.05 ലക്ഷം കോടി, ലക്ഷമല്ല, ലക്ഷം രൂപയല്ല, ലക്ഷം കോടി ബജറ്റിൽ ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടി നീക്കി വെച്ചു. അതിൽ 7,830 കോടി കുറച്ചേ ചെലവഴിച്ചുള്ളൂ. ഇത്തവണ നീക്കി വെച്ചത് തന്നെ കഴിഞ്ഞ തവണ നീക്കി വെച്ചതിനേക്കാൾ കുറവാണ്. അപ്പം എങ്ങനെയാണ് ബജറ്റ് എക്സ്പാൻഷണറി ആണ് എന്ന് പറയാൻ പറ്റുന്നത്? ഇനി വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുക്കുക. കഴിഞ്ഞ വർഷം ബജറ്റ് ചെയ്ത ഫിഗർ എത്രയാണ്? 1.26 ലക്ഷം കോടി രൂപ. ചെലവഴിച്ചത് 11,584 കോടി കുറവ്. അത് 11,584 കോടി കുറവാണ്. ഈ വർഷത്തെ വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ 3,000 കോടി മാത്രം, 3,012 കോടി കൃത്യമായിട്ട് പറഞ്ഞാൽ വർധനവ്. അപ്പം എങ്ങനെയാണ് ബജറ്റ് എക്സ്പാൻഷണറി ആവണത്? അപ്പോൾ അതുപോലെ തന്നെ ഈ വേറെയും കണക്കുകളുണ്ട്. ഇപ്പോൾ കൃഷിയുടെ കാര്യം പറഞ്ഞു. കൃഷിയുടെ മാത്രം എടുത്താൽ, അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടർ എടുത്താൽ ബജറ്റ് എസ്റ്റിമേറ്റ്, ബജറ്റിലെ കണക്ക് 1.5 ലക്ഷം കോടിയായിരുന്നു. ചെലവഴിച്ചത് 10,992 കോടി കുറവാണ്. 10,000 കോടിയിലധികം, 11,000 കോടിയോളം കുറവാണ് ചെലവഴിച്ചത് കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ വെച്ചതിനേക്കാൾ. അപ്പോൾ ഇത്തവണ ഏതാണ്ട് സമാനമായ തുക മാത്രമാണ് അവിടെ നീക്കിവെച്ചിട്ടുള്ളത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കാണാം. ഏറ്റവും വലിയ ഉദാഹരണം തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 86,000 കോടിയാണ് വെച്ചത്. 86,000 കോടി തന്നെയാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരളം തൊഴിലുറപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ തൊഴിലുറപ്പ് നടത്തിപ്പിൻ്റെ 9 മാനദണ്ഡങ്ങൾ എടുത്താൽ 5-ൽ കേരളം ഒന്നാമതും 4-എണ്ണത്തിൽ കേരളം ദേശീയ തലത്തിൽ രണ്ടാമതുമാണ്. അത്ര മികച്ച നിലയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ്. നമ്മൾ എത്രയാണ് ആവശ്യപ്പെടുന്നത് അത്രയും തൊഴിൽ ദിനങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? കാരണം തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള വിഹിതം നീക്കിവെക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ നിലയിൽ നോക്കിയാൽ ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കാര്യം എടുത്തു നോക്കൂ. എന്താണ് പഴയ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഗൈഡ് ലൈൻ? ഈ ജനസംഖ്യാനുപാതികമായിട്ട് SC ST ജനവിഭാഗങ്ങളുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള വിഹിതം ബജറ്റിൽ വേണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ 8%, 16% വരണം. എത്രയാണ് നീക്കിവെച്ചിട്ടുള്ളത്? 3.4%, 2.6% നീക്കിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ബജറ്റിൽ യഥാർത്ഥത്തിൽ ചെലവ് ചുരുക്കലിൻ്റെ പ്രവണത തുടരുകയാണ്. മോഡി ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് പോലുള്ള ചെലവ് ചുരുക്കലിൻ്റെ പ്രവണത തുടരുകയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് പരിധി ഉയർത്തിയതിൻ്റെ ഫലമായി 1 ലക്ഷം രൂപയുടെ നഷ്ടം ഗവൺമെൻറ്റിനുണ്ടാവുന്നു. ഖജനാവിന് 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവുന്നു. ഈ 1 ലക്ഷം കോടി രൂപയുടെ ലാഭം ആർക്കാണ് ഉണ്ടാവുന്നത്? 2% പേർക്ക്. ഇൻകം ടാക്സ് നൽകുന്ന 2% പേർക്ക്. അവരുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം കൂടുതൽ എത്തിച്ചത് കൊണ്ട് ഈ കൺസംഷൻ ഡിമാൻഡ് നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ആഭ്യന്തര ഡിമാൻഡിനെ വർദ്ധിപ്പിക്കാൻ കഴിയും. അത് എക്കോണമിയെ ചലിപ്പിക്കാനും ഉത്തേജിപ്പിക്കാനും സഹായിക്കുന്നതാണോ? മറിച്ച് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ചെയ്യേണ്ടിയിരുന്നത് ഗണ്യമായിട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുക എന്നതാണ്. അതിനുവേണ്ടി കോർപ്പറേറ്റുകളിലും സമ്പന്ന വിഭാഗങ്ങളിലും നികുതി അധികം ചുമത്തുക എന്നതായിരുന്നു. എക്കണോമിക് സർവേയുടെ തന്നെ വേറൊരു കണക്ക് നോക്കൂ. എക്കണോമിക് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് പ്രോഫിറ്റ് ടു GDP റേഷ്യോ, അതായത് ആഭ്യന്തരോൽപാദനത്തിൽ ലാഭത്തിൻ്റെ വിഹിതം 2008 ശേഷം ഏറ്റവും ഉയർന്ന വർഷമാണ് 2024. 2008 ശേഷം ഏറ്റവും ഉയർന്ന വർഷമാണ്. അതാണ് പ്രോഫിറ്റ്സ് സർജ് വേജസ് ലാഗ് എന്നാണ്. ഒരു ഭാഗത്ത് പ്രോഫിറ്റ് ലാഭം ഗണ്യമായിട്ട് കുതിച്ചുയരുന്നു. പക്ഷേ എന്തുണ്ടായി? വേജസ് സ്റ്റാഗ്നേറ്റ് ചെയ്തു, മുരടിച്ചു നിന്നു. ഈ വേതനത്തിൽ വർധനവുണ്ടായിട്ടില്ല. അതാണ് ഈ ഡിമാൻഡ് വർദ്ധിക്കാതിരിക്കുന്നതിനുള്ള കാരണം. ആളുകളുടെ കയ്യിൽ കൂലി വരുമാനവും ഒക്കെ വർദ്ധിക്കുമ്പോഴാണ് അവരുടെ ആഭ്യന്തര ഡിമാൻഡ് വർദ്ധിക്കുക. അപ്പോഴാണ് ചരക്കുകൾക്കും സേവനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് വർദ്ധിക്കുക. അപ്പോൾ അതുണ്ടായിട്ടില്ല എന്നതാണ്. അതിന് പരിഹാരമായിട്ട് 2% കയ്യിൽ നികുതി പരിധി ഉയർത്തി കൂടുതൽ പണം എത്തിച്ചത് കൊണ്ടാവില്ല എന്ന് കാണണം. അതാണ് ഞാൻ തുടക്കത്തിൽ ഗുരുതരമായിട്ടുള്ള രോഗത്തെ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പ്രതീതി ശരിയല്ല എന്നതാണ് ഒന്ന്. ഇനി കേരളത്തിലേക്ക് വന്നാലോ? കേരളം 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു. ഒന്നും കേരളത്തിന് ലഭിച്ചില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തലത്തിൽ പ്രാധാന്യമുള്ളതാണ്. ദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തിനാകെ പ്രയോജനം കിട്ടുന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം. ആ പ്രാധാന്യത്തിനനുസരിച്ച് ഒരു പരിഗണനയും വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ടായിട്ടില്ല.
മേപ്പാടി ചൂരൽമല ദുരന്തം ഈ ഹൃദയഭേദകമായിട്ടുള്ള ദുരന്തമാണ്, രാജ്യത്തെ തന്നെ പിടിച്ചുലച്ചതാണ്. പ്രധാനമന്ത്രി നേരിട്ട് വന്നു, പക്ഷേ അതിനും ആ ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല എന്ന് കാണണം. നെല്ല്, റബ്ബർ, അതുപോലെ തന്നെ നാളികേരം ഇവയുടെ വികസനത്തിന് വേണ്ടി സംസ്ഥാനം സമർപ്പിച്ച പദ്ധതികൾക്കൊന്നും ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ കാണണം കാർഷിക മേഖലയിൽ. ഇനി സംസ്ഥാനങ്ങൾക്ക് കാപ്പക്സിന് നീക്കിവെച്ചിട്ടുള്ളത് ഏതാണ്ട് 25 ലക്ഷം കോടിയോ മറ്റോ ആണ്, കുറഞ്ഞ പലിശയ്ക്ക് കാപ്പക്സ് ഫണ്ട്. കേരളത്തിന് 40,000 കോടി പോലും കിട്ടുന്നില്ല. ഇനി ഇത് അനുവദിക്കണമെങ്കിൽ തന്നെ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ് ഉപാധി? ഉപാധി ഒന്ന് ബ്രാൻഡിംഗ് ഉപാധിയാണ്, രണ്ടാമത്തേത് പരിഷ്കാരങ്ങൾ, കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന അതേ സാമ്പത്തിക പരിഷ്കാരം. അതായത് ഓരോ പാർട്ടികളാണല്ലോ, കേരളത്തിൽ ഇടതുപക്ഷം, മറ്റു പല സംസ്ഥാനങ്ങളിൽ മറ്റു പാർട്ടികൾ, അവർക്ക് അവരുടെ നയം നടപ്പാക്കാൻ പറ്റാത്ത തരത്തിൽ ഈ കാപ്പക്സ് ഫണ്ട് ലഭിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന നയം, സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ളവ നടപ്പാക്കണം എന്ന്. ഈ ബജറ്റിൽ തന്നെ 100% FDI ഇൻഷുറൻസ് മേഖലയിൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഉപാധികൾ, സ്വകാര്യവൽക്കരണം അവർ തുടരുമ്പോൾ ആ സ്വകാര്യവൽക്കരണത്തിന് അനുസൃതമായിട്ടുള്ള നയങ്ങൾ നടപ്പാക്കിയാൽ മാത്രമേ കാപ്പക്സ് ഫണ്ട് കൊടുക്കൂ, അതുപോലെ തന്നെ ബ്രാൻഡിങ് നടപ്പാക്കിയാൽ മാത്രമേ കൊടുക്കൂ എന്നുള്ള വ്യവസ്ഥകൾ വെക്കുന്നു. ഇവിടെ കേരളം കൈവരിച്ച പുരോഗതിയെ, ഇപ്പോൾ എക്കണോമിക് സർവേയിൽ കേരളത്തെ പ്രശംസിച്ചല്ലോ. ഞാൻ ഇന്ന് കൗതുകത്തോടെ നോക്കിയ കാര്യം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, പത്രങ്ങളൊക്കെ അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ഭാഗ്യത്തിന് എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് വലിയ അംഗീകാരമാണ് കിട്ടിയത്. ഇപ്പം നമ്മുടെ ഹരിതകർമ്മ സേനയെക്കുറിച്ച് എക്കണോമിക് സർവേയിൽ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അതുപോലെ തന്നെ സുസ്ഥിര വികസനത്തെക്കുറിച്ചുണ്ട്, നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെക്കുറിച്ച് അതിൽ അഭിനന്ദനാർഹമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്, സ്വയം സഹായ സംഘങ്ങളെക്കുറിച്ചുണ്ട്. നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, മീശമാധവനിലാണ് എന്നും ജാമ്യത്തിൽ ഇറക്കിയപ്പോൾ പോക്കറ്റിൽ വക്കീല് കക്ഷിയുടെ പോക്കറ്റിൽ നോക്കിയിട്ട് നന്ദി മാത്രമേ ഉള്ളല്ലേ എന്ന് പറയുന്നില്ലേ. അഭിനന്ദനം മാത്രമേ കേരളത്തിനുള്ളൂ. കേരളത്തിന് ഒരു പരിഗണനയും തന്നില്ല എന്ന് മാത്രമല്ല, ക്രൂരമായി കേരളത്തെ അവഗണിക്കുന്ന. രാജു പി നായർ, കേരളത്തിന്റെ വളർച്ചയും വികസനവും ഒക്കെ കേരളത്തിന് കിട്ടേണ്ടുന്ന അർഹമായ കേന്ദ്ര പരിഗണനയ്ക്കും വിഹിതത്തിനും ഒക്കെ തടസ്സമാകുന്ന സ്ഥിതിയാണോ ഇപ്പോൾ നമ്മൾ നേരിടുന്നത്? ഗോപികൃഷ്ണൻ, അത് എനിക്ക് പറയാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് BJPയുടെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതെല്ലാം സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു പോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ പ്രതിനിധിയെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഗതികേടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങ് ഈ 2014 പറഞ്ഞു 30.79 ബില്യൺ മാത്രം ഇന്ത്യയുടെ സൈസ് ഉണ്ടായിരുന്നത്, GDP സൈസ് ഉണ്ടായിരുന്നതിനെ 2065 ബില്യണിലേക്ക് എത്തിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അവിടെ നിന്നാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. അതല്ലാണ്ട് നിങ്ങൾ 2014 ആകാശത്ത് നിന്നുണ്ടാക്കിയതല്ല എന്ന് ഞാൻ അങ്ങേ ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ദാരിദ്ര്യരേഖ. ഞാൻ ചോദിക്കട്ടെ ഗോപികൃഷ്ണൻ, എന്നാണ് അവസാനമായിട്ട് ദാരിദ്ര്യരേഖ ഫിക്സ് ചെയ്തത്? UPയുടെ സമയത്ത് 2012-13 ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ആധാരപ്പെടുത്തി ദാരിദ്ര്യരേഖ ഫിക്സ് ചെയ്തത്. 2009 ശേഷം, എന്ന് വെച്ചാൽ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UPA ഗവൺമെന്റ് ദാരിദ്ര്യരേഖ പുനർനിർണയിച്ചു. 10 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് വരെ, 12 വർഷം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഈ ഗവൺമെന്റ് ദാരിദ്ര്യരേഖ പുനർനിർമ്മിച്ചിട്ടില്ല. കണക്കുകളെ കള്ളത്തരമാക്കി മാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിങ്ങൾ ആദായ നികുതിയെ കുറിച്ച് പറഞ്ഞു. 12 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് 80,000 രൂപ ടാക്സ് സേവിങ്സ് കിട്ടുന്നത് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ 12 ലക്ഷത്തിനപ്പുറം അവർക്ക് അവകാശമുണ്ട്, അവർക്ക് കിട്ടേണ്ടതുണ്ട്. അതാണ് ഇന്നലത്തെ എക്കണോമിക് സർവേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ സമർപ്പിച്ച റിപ്പോർട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ പരാജയത്തിന്റെ ഡോക്യുമെന്റ് ആണ് അതെന്നുള്ളത് കൊണ്ടാണ്. പിന്നെ GDP നോക്കൂ, മൻമോഹൻ സിംഗിന്റെ സമയത്ത് 8.2 വ്യാജമല്ലാത്ത കറക്റ്റ് കണക്ക് വെച്ച് 8.2% ഗ്രോത്ത് എത്തി. നിങ്ങൾക്ക് അതിന് 7 എത്താൻ പറ്റിയോ? 7 ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. എന്നിട്ട് വികസിത ഭാരതം എന്നുള്ള സ്വപ്നം വിൽക്കാൻ നടക്കുകയാണ്. ഫുഡ് കൊടുക്കുന്ന സബ്സിഡിയെ കുറിച്ച് പറഞ്ഞു ശ്രീ TP ചന്ദ്രൻ. അങ്ങ് മനസ്സിലാക്കിക്കോളൂ, നരേന്ദ്രമോദിയല്ല, ഇനി സാക്ഷാൽ മോഹൻ ഭാഗവത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ പോലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, അന്ത്യോദയ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഫുഡ് സബ്സിഡി കൊടുക്കാൻ നിയമം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. നിങ്ങൾക്ക് എത്ര വിചാരിച്ചാലും ആ നിയമത്തെ, അല്ലെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യണം. അത് ചെയ്യാൻ കഴിയാതെ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങൾ നിങ്ങളെ നിർബന്ധിതരാക്കിയതാണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ മറ്റെന്താ പറയുന്നത്, ഇൻഫ്ലേഷൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഈ പറയുന്ന മധ്യവർഗത്തിനുൾപ്പെടെ അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഇൻഫ്ലേഷൻ ഒരു കാര്യവുമില്ല. ഇവിടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിന് ഒന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബജറ്റ് വെറുതെ ഒരു ഹൈലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി
ഈ ആദായ നികുതിയുടെ ഹൈലൈറ്റ് വന്ന് ഇതിനപ്പുറം മറ്റൊന്നുമില്ല. നോക്കൂ, നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ കറക്റ്റാ. പെർസെന്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സൈസ് ഓഫ് ദ ബജറ്റ് കുറയുക ചെയ്യുന്നത്. ആ സൈസ് ഓഫ് ദ ബജറ്റ് കുറയുന്നു. അങ്ങനെ കുറയുന്ന ഇതിനകത്ത് ഇവിടെ വലിയ ഗീർവാണം അടിക്കാൻ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ജയേന്ദ്ര മാസ്റ്റർ ഒരു മിനിറ്റ് മറുപടി. സമയം കഴിഞ്ഞു, അതാണ്, ക്ഷമിക്കണം. ബജറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ജയേന്ദ്ര മാസ്റ്റർ പെട്ടെന്ന്. ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് ഈ ചർച്ചയിലും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നായരോടൊന്നും ഉണ്ടായിരിക്കാൻ പറ. ആ നായരെ സമയം കഴിഞ്ഞു എന്ന് പറ. നായരൊന്നും ഇരിക്ക്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നായരെ, 60 കൊല്ലം ഇന്ത്യ നിങ്ങൾ ഭരിച്ചു. ഒരു കുടുംബം വളർന്നു അല്ലേ നായരെ? ഒരു സ്ത്രീ വളർന്നു. അവരാണ് ഇപ്പൊ തൊലി കറുത്ത ഇന്ത്യൻ രാഷ്ട്രപതിയെ നോക്കി പൂർണ്ണ അധിക്ഷേപിക്കുന്നത്. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കണം നായരെ. നായരെ ഞാൻ പറഞ്ഞപ്പോ മര്യാദ കാണിക്കേ. ഇതിനകത്ത് ഇപ്പോ ആദികേശവൻ സാറും ഒക്കെ സംസാരിക്കാൻ ഇപ്പോ എനിക്ക് തോന്നുന്നത് സമയമല്ലാതെ അതിക്രമിച്ചുകൊണ്ടാണ്. എന്റെ പാനലിസ്റ്റുകൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഈ ബജറ്റ് ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ, അതിന്റെ മറ്റു പ്രതികരണങ്ങളൊക്കെ രാജ്യം ചർച്ച ചെയ്യാനിരിക്കുന്നത് വരും മണിക്കൂറുകളിലാണ്. സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ അവരതിന്റെ മികവിനെയും പോരായ്മകളെയും എടുത്തു കാണിക്കുന്നുണ്ട്. അതിനപ്പുറം ഈ ബജറ്റിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണ് എന്നത് രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കും. ഇന്ത്യയുടെ മധ്യവർഗത്തിന് എത്രത്തോളം സഹായകരമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ, തീരുമാനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന് വലിയ പ്രാധാന്യം ഇന്ത്യൻ ജനസമൂഹത്തിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപിന്റെ ടാക്സ് വാർ അടക്കമുള്ള കാര്യങ്ങളിൽ, ചൈനയുടെ ഡീപ് സീക്ക് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന പുതിയ വെല്ലുവിളികളെ, AI അടക്കമുള്ള പുതിയ സാധ്യതകളെയും വെല്ലുവിളികളെയും ഈ ബജറ്റ് വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നതുകൂടി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്കുള്ള വിഷയമായി മാറുമെന്ന് നമുക്ക് സംശയിക്കേണ്ടതില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.